ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ മീൻ കറി പോലെ രുചിയുള്ള വെറൈറ്റി രീതിയിൽ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അതിന് ഞാൻ മുറ്റാത്ത കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മുറിച്ച് ഒന്ന് കീറിയെടുത്തതാണ്. ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയെടുത്തത്, 1 കപ്പ് തൈര്, 2 ടീസ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം മല്ലിയില, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് കായം നമുക്കിതിൽ നിന്ന് 1/2 ടീസ്പൂൺ എടുക്കണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക നമുക്കൊരു പാത്രത്തിലേക്കിട്ട്, വെണ്ടയ്ക്കായിൽ ഒട്ടും വെള്ളമയം കാണരുത്, നമുക്കതിലേക്ക് ഈ കടലമാവ് ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് അതിലിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പെല്ലാം അങ്ങ് മാറി കിട്ടും. എന്നിട്ട് നമുക്ക് ഈ തക്കാളി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക കടലമാവും ആ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിൽ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ വെണ്ടയ്ക്ക അതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, വേവണ്ട. ഇത് എല്ലാവർക്കും ഒരു നല്ല കറിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ ആ വെണ്ടയ്ക്ക റെഡിയായി നമ്മൾ കോരിയെടുക്കാം. ആ പാനിൽ തന്നെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ്. ഡയബറ്റീസ് പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ആ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ടൊമാറ്റോ ഒഴിച്ച മിക്സ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ആ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രുചി കിട്ടുന്നത്. വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഈ വെണ്ടയ്ക്ക കറി കഴിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.